ബി.ജെ.പി. സംസ്ഥാന ഉപാധ്യക്ഷ ശോഭാ സുരേന്ദ്രന്റെ പരാതിയിൽ ടി.ജി. നന്ദകുമാറിനെതിരെ പുന്നപ്ര പോലീസിന്റെ എഫ്ഐആർ. അപകീർത്തികരമായ പദപ്രയോഗം നടത്തിയെന്ന പരാതിയിലാണ് നടപടി. ഹരികൃഷ്ണ വിവരങ്ങൾ വച്ചിരുന്നു. ഹരി, ഏത് വകുപ്പിലാണ് കേസെടുത്തിരിക്കുന്നത്? എന്താണ് കേസിന്റെ വിശദാംശങ്ങൾ? ഹാഷ്മി, ഈ നന്ദകുമാർ പുതിയ ആരോപണങ്ങളുമായി രംഗത്ത് വന്ന സമയത്താണ് ഈ സാഹചര്യത്തിൽ ഈ പുന്നപ്ര പോലീസ് ഈ സംസ്ഥാന ഉപാധ്യക്ഷയായിട്ടുള്ള ശോഭാ സുരേന്ദ്രന്റെ പരാതിന്മേൽ ഒരു കേസ് എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. 509 വകുപ്പ് പ്രകാരമാണ് ഈ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. അതായത് അപകീർത്തികരമായ പദപ്രയോഗം നടത്തി 25-ാം തീയതി ദല്ലാൽ നന്ദകുമാർ ഉന്നയിച്ച ആരോപണത്തിൽ ഈ തന്നെ അപമാനിച്ചു എന്ന തരത്തിലുള്ള ഒരു കേസാണ്. അന്ന് തന്നെ അത് മാധ്യമങ്ങളെ കണ്ട് ശോഭാ സുരേന്ദ്രൻ പറയുകയും ചെയ്തതാണ്. DGPക്ക് അടക്കം പരാതി നൽകുകയും ചെയ്തതാണ്. അത്തരത്തിൽ 1 കോടി രൂപ വാങ്ങി ലഫ്റ്റനന്റ് ഗവർണർ ആകാൻ വേണ്ടിയുള്ള ശ്രമം നടത്തിയെന്നതടക്കമുള്ള ആരോപണങ്ങൾ ഉന്നയിച്ചു. മാത്രമല്ല തന്നെ അപമാനിക്കാൻ ശ്രമിച്ചു എന്നതടക്കം മാധ്യമങ്ങളോട് പറഞ്ഞതാണ്. ആ സംഭവത്തിലാണ് DGPക്ക് അന്ന് തന്നെ പരാതി നൽകിയത്. ആ പരാതിയിന്മേലാണ് ഇന്ന് പുന്നപ്ര പോലീസ് ഈ നന്ദകുമാറിനെതിരെ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. ഹാഷ്മി, ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ മറ്റു കാര്യങ്ങളുമായി ബന്ധപ്പെട്ട്, അതായത് നന്ദകുമാറിന്റെ പുതിയ ആരോപണങ്ങൾ അടക്കമുള്ള കാര്യങ്ങളിൽ ശോഭാ സുരേന്ദ്രൻ ഉച്ചയ്ക്ക് 2 മണിക്ക് ശേഷം മാധ്യമങ്ങളെ കാണുമെന്ന് കൂടിയാണ് അറിയിച്ചിട്ടുള്ളത്. ഓക്കെ, ഇപ്പോൾ ഹരികൃഷ്ണനാണ് അവിടെ നിന്ന്. ശോഭാ സുരേന്ദ്രൻ വീണ്ടും മാധ്യമങ്ങളെ കാണുകയാണ്. പുതിയ വെളിപ്പെടുത്തൽ എന്താണ് ഉണ്ടാവുക? എന്തായാലും ആ സന്ദർശനത്തിൽ EP ജയരാജൻ, ദല്ലാൽ നന്ദകുമാർ, പ്രകാശ് ജാവ്ദേക്കർ ആ ട്രയാങ്കിളിൽ കിടന്ന് രാഷ്ട്രീയം കൂടുതൽ ചർച്ചയാവുന്ന കാഴ്ചയാണ് വരും ദിവസം ഈ മണിക്കൂറുകളിലെ രാഷ്ട്രീയ കാലാവസ്ഥ.